സർ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ കൂടുതൽ ആശങ്ക ചെലുത്തുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 7 ദിവസം മുതൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ യുദ്ധം ആരംഭിക്കാം എന്നൊരു സാഹചര്യം ഉരുത്തിരിയുമോ? അതിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, ട്രംപ് ഇന്നലെ ഈ ഗാസ പീസ് ബോർഡ് ഉണ്ടല്ലോ, അതിന്റെ ആദ്യത്തെ യോഗം ഉണ്ടായി. ആ ആദ്യത്തെ യോഗത്തിൽ വെച്ചിട്ട് ട്രംപ് 10 ദിവസത്തെ അന്ത്യശാസനം ഇറാന് കൊടുത്തിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് അർത്ഥവത്തായ കരാർ ഉണ്ടാകണം, അർത്ഥവത്തായ മീനിങ് ഡീൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടായില്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ 10 ദിവസം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, രണ്ടാമത്തെ വിമാനവാഹിനി ജെറാഡ് ഫോർഡ് അത് ഗൾഫിൽ എത്തുന്ന സമയം ആണത്. അതായത് മറ്റേ വിർജീനിയയിൽ നിന്നാണ്, അമേരിക്കയിലെ വിർജീനിയയിൽ നിന്നാണ് അത് യാത്ര പുറപ്പെട്ടത്. കരീബിയൻ വഴി അറ്റ്ലാന്റിക്കില് ഒക്കെ എത്തി. ഇപ്പോൾ ഈ വാരാന്ത്യം ഒക്കെ ആവുമ്പോൾ ഗൾഫിൽ എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ജെറാൾഡ് ഫോർഡ് USS എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ വിമാനവാഹിനി നേരത്തെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഈ പറഞ്ഞ പോലെ 24 മണിക്കൂറിൻ്റെ അകത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്. CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വാരാന്ത്യത്തിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കൻ സേന തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ്, ഈ വാരാന്ത്യത്തിൽ. പക്ഷെ നമുക്ക് അത് ഈ 10 ദിവസം എന്നുള്ളത് വേണമെങ്കിൽ വിശ്വസിക്കാം. കാരണം രണ്ടാമത്തെ വിമാനവാഹിനി വരണമല്ലോ അവിടെ. ഈ വാരാന്ത്യത്തിൽ എത്തുമെങ്കിൽ വാരാന്ത്യം എന്ന് പറയാം. അതിന് ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. പക്ഷെ ഈ വാരാന്ത്യത്തിൽ റെഡി ആയിരിക്കണം എന്ന് സേനയ്ക്ക് നിർദ്ദേശമുണ്ടാകാം. അതുകൊണ്ട് അത് റെഡിയാണെന്ന് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു സംഭവ വികാസമുള്ളത്, ബ്രിട്ടനിലെ ഒരു താവളവും ഈ ഇറാനെ അടിക്കാൻ തുറന്നു കൊടുക്കില്ല എന്ന് കീത്ത് സ്റ്റാമർ പറഞ്ഞിട്ടുണ്ട്. UK താവളങ്ങൾ കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, UK ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, ഷിയാകളും ഒക്കെ ഉണ്ടല്ലോ, സുന്നികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വികാരം, അവർ തിരിച്ചടി അവിടെ ഈ മുസ്ലിങ്ങളെ പേടിച്ചിട്ടല്ലേ ഈ സ്റ്റാമറും ഒക്കെ കഴിയുന്നത്. അവിടെ വലിയ പ്രകടനങ്ങളും ഒക്കെ നടക്കാറുണ്ടല്ലോ. അപ്പോൾ ചാഗോസിലെ താവളം തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റോയൽ എയർഫോഴ്സിൻ്റെ ഗ്ലൗസസ്റ്ററിലെ ഫെയർഫോർട്ട് വ്യോമതാവളവും തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ, ബ്രിട്ടനിലെ താവളങ്ങൾ പൊതുവെ കൊടുക്കില്ല എന്ന് ബ്രിട്ടൻ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പരോക്ഷമായി ഇറാന് സഹായകമായ നിലപാട് ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ജർമ്മനിയിലൊക്കെ അമേരിക്കയുടെ, യൂറോപ്പിന്റെ പല ഭാഗത്തും, ജർമ്മനി ഉൾപ്പെടെ യൂറോപ്പിന്റെ പല ഭാഗത്തും അമേരിക്കയുടെ വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. അതായത് അമേരിക്കയുടെ മൊത്തം എവാക്സ് വിമാനങ്ങൾ ഉണ്ടല്ലോ. എവാക്സ് വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കമാൻഡ് സെന്റേഴ്സ് ആണ്, ആകാശത്തെ കമാൻഡ് സെന്റേഴ്സ് ആണ്. അതാണ് ഈ മൊത്തം കരയും ആകാശവും മറ്റേ കടലും എല്ലാം കൂടി ഏകോപനമൊക്കെ ആകാശത്ത് നിന്ന് നടത്തുന്ന കൺട്രോൾ സെന്ററുകളാണ് ഈ എവാക്സ് വിമാനങ്ങൾ. അത് വിമാനത്തിനോട് ഘടിപ്പിച്ചിരിക്കുന്ന മറ്റ് സൗകര്യങ്ങളും ഒക്കെ ചേർന്നതാണ് അത്. അപ്പോൾ അമേരിക്കയുടെ എവാക്സ് വിമാനങ്ങളുടെ 40% അവിടെ ഗൾഫിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആകെ 16 എവാക്സ് വിമാനങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. നമുക്ക് 4-5 എവാക്സ് വിമാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ആകെ 16 എവാക്സ് വിമാനങ്ങളിൽ 6 E3 ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ധാരാളം, മോർ ദാൻ ഇനഫ്. ഗൾഫിലെ ഈ ഇറാനെതിരായ യുദ്ധത്തിന് 6 എവാക്സ് ഒക്കെ ധാരാളമാണ്. അപ്പോൾ അമേരിക്കൻ വ്യോമസേനയുടെ E3 സെൻട്രി എവാക്സ് ആണ് എത്തിയിരിക്കുന്നത്. എയർബോൺ കൺട്രോൾ ആൻഡ് വാർണിംഗ് സിസ്റ്റം, ആകാശത്ത് നിലയുറപ്പിച്ച നിയന്ത്രണ സംവിധാനം ആണ് അത്. ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ എവാക്സിൻ്റെ ഒരു പിൻഗാമി എന്നുള്ള നിലയ്ക്ക് പുതിയ എവാക്സുകൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു.
E7 വെഡ്ജ് ടെയിൽ എന്ന് പറഞ്ഞിട്ട് ആ പദ്ധതി റദ്ദാക്കി ഏതാനും മാസം മുമ്പ്. എന്നിട്ടാണ് ഇപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കയിൽ നിന്ന് ഈ എവാക്സ് എത്തിയിരിക്കുന്നത് യൂറോപ്പിലാണ്. അതിലെ 2 അലാസ്കയിലെ എലമെന്റോർഫ് താവളത്തിൽ നിന്ന് പറന്നുയർന്നതാണ്. പിന്നെ മറ്റേ ബ്രിട്ടനിലെ റോയൽ എയർഫോഴ്സിൻ്റെ മിൽഡൺ ഹോൾ ലാൻഡ് താവളത്തിൽ ഫെബ്രുവരി 17-ന് ഒരെണ്ണം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നു. അത് ഈ സ്റ്റാമറുടെ ബ്ലോക്കേഡ് കൊണ്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല. നടന്നതായിട്ടും പറയുന്നുണ്ട്. അവിടെ ഒരു വാക്സ് ബ്രിട്ടനിൽ എത്തിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വാക്സിനൊക്കെ വരാമായിരിക്കും, വലിയ സേനാ വ്യൂഹങ്ങളൊന്നും വരണ്ട എന്നുമായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതിൽ 4 ഓക്ലഹോമയിലെ ടിങ്കർ വ്യോമത്താവളത്തിൽ നിന്ന് ജർമ്മനിയിലെ റാംസ്റ്റീൻ താവളത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വാക്സിൻ്റെയൊക്കെ വിന്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 ഉടൻ ഗൾഫിൽ എത്തും എന്നാണ്. എന്ന് പറയുമ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് 2 ഗൾഫിലെത്തും. ഗൾഫിൽ F-22, F-32, F-16 ഈ വിമാനങ്ങളൊക്കെ കൂടുതലായി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 50 എണ്ണം വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും എത്തിയിട്ടുണ്ട്. പല ഈ E3 വാക്സ് വിമാനങ്ങളും ഇത്ര എണ്ണം 6 എണ്ണം ഗൾഫിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ആക്രമണം തന്നെ ഉദ്ദേശിക്കുന്നു ഇറാനെതിരെ എന്നതിൻ്റെ തെളിവായിട്ടാണ് പ്രതിരോധ ജേർണലുകൾ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ യുദ്ധം എന്ന കാര്യത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നില്ല, തീർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം അല്ലെ. പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് അത്ര ഒരു ചെറിയ ശക്തിയല്ല എന്നുള്ളൊരു മുൻധാരണ അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല. അതിനുള്ള സന്നാഹമായിരിക്കും ഈ 40 വാക്സ് വിമാനങ്ങൾ. 40%. അതെ, അതുകൊണ്ട് ഈ 2 വിമാനവാഹിനി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇസ്രയേൽ ഇതിൻ്റെ കൂടെ ചേരുകയാണല്ലോ. ഇസ്രയേൽ ഇതിൻ്റെ ഭാഗമാണ്. 6 താവളങ്ങളിലൊക്കെ അധിക ഭടന്മാരും സേനയും വിമാനങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. വലിയ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ മൊത്തത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വാക്സ് വിമാനങ്ങൾക്ക് പറയുന്നത് ആകാശ കണ്ണുകൾ എന്നാണ് പറയുന്നത്. ആകാശത്ത് നിന്ന് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇതിലെ റഡാർ ഘടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ഈ വിമാനങ്ങളെ. അതിലെ റഡാറുകൾ മറ്റു വിമാനങ്ങളെ, ശത്രുവിൻ്റെ മിസൈലുകളെ, കപ്പലുകളെ ഒക്കെ 250 മൈൽ വരെ നിരീക്ഷിക്കാൻ കഴിയും. നിരീക്ഷിക്കാനും കണ്ടെത്താനും കഴിയും. ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ട് കരയിലേക്ക് വിവരങ്ങൾ കൊടുക്കാൻ കഴിയും. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഇപ്പോൾ ഒരെണ്ണം വിക്ഷേപിച്ചാൽ ഉടനെ അറിയാൻ പറ്റും. ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള നിർദ്ദേശം തത്സമയം തന്നെ താഴേക്ക് കൊടുക്കാൻ കഴിയും. ഡ്രോൺ ഇറാൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അമേരിക്കയുടെ വാക്സ് വിമാനങ്ങൾക്ക് കണ്ടുപിടിച്ച് വിവരം കൊടുക്കാൻ പറ്റും. പിന്നെ ലോ ഫ്ലൈയിങ് ക്രൂസ് മിസൈൽസ്, താഴ്ന്നു പറക്കുന്ന ക്രൂസ് മിസൈലുകളെയും കണ്ടെത്താൻ ഈ വാക്സ് വിമാനങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ F-35 പിന്നെ ബോംബർ വിമാനങ്ങൾ ഇതിൻ്റെയൊക്കെ ഏകോപനം നടത്തുന്നതും ആകാശത്ത് നിന്ന് ഈ വാക്സ് വിമാനങ്ങളാണ്. ആണവ കേന്ദ്രങ്ങൾ ഇറാൻ്റെ കണ്ടെത്തുന്നത് ഈ വാക്സ് വിമാനങ്ങളാണ്. പിന്നെ കമാൻഡ് സെൻറ്ററുകൾ, എയർ ഡിഫൻസ് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ മിസൈൽ സംവിധാനങ്ങൾ, ഇതൊക്കെ കണ്ടെത്തും. റഡാർ, ഉപഗ്രഹത്തിൽ നിന്നുള്ള ഡാറ്റ, ഇതിൻ്റെയൊക്കെ ഇൻ്റഗ്രേഷൻ, സംയോജനം, ഇതൊക്കെ ഇത് നിർവഹിക്കും ഈ വാക്സ് വിമാനങ്ങൾ. പിന്നെ ഫൈറ്റർ എസ്കോട്ടുകൾ, യുദ്ധവിമാനങ്ങൾക്കുള്ള അകമ്പടി, അത് മാനേജ് ചെയ്യും വാക്സ്. ടാങ്കറുകളെ മാനേജ് ചെയ്യും. ഇലക്ട്രോണിക് വാർഫെയർ അസറ്റ്സ്, ആയുധങ്ങൾ, ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. പിന്നെ ഈ ഇലക്ട്രോണിക് വാർഫെയർ അസറ്റ് എന്ന് പറയുമ്പോൾ S-300 ഇല്ലേ, റഷ്യ കൊടുത്തിരിക്കുന്ന ഇറാൻ്റെ കയ്യിലുള്ള S-300, ഇതിനൊക്കെ മാനേജ് ചെയ്യുന്നതും ചെയ്യാനും ഒക്കെ പറ്റും. 1970കളുടെ ഒടുവിലാണ് എവാക്സ് വിമാനങ്ങൾ, ഈ എവാക്സ് വിമാനങ്ങൾ അമേരിക്കയിൽ സേനയിൽ ചേർന്നത്. ഓപ്പറേഷൻ ഡെസർട്ട് സ്റ്റോം, ഓപ്പറേഷൻ അലൈഡ് ഫോഴ്സസ്, ഓപ്പറേഷൻ എൻഡ്യൂറിങ് ഫ്രീഡം തുടങ്ങി എല്ലാ
പോരാട്ടങ്ങളിലും എവാക്സ് വിമാനങ്ങൾ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ലിബിയയിൽ പങ്കെടുത്തിട്ടുണ്ട്, സിറിയയിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ജൂണിൽ നടന്ന മിഡ് നൈറ്റ് ഹാമർ ഓപ്പറേഷൻ നടന്നല്ലോ ഇറാനെതിരെ, അതിലും പങ്കെടുത്തിട്ടുണ്ട്. അന്ന് 125 അമേരിക്കൻ വിമാനങ്ങളുടെ ഏകോപനം നിർവഹിച്ചത് ഈ എവാക്സ് വിമാനങ്ങളാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഏത് നിമിഷവും ഒരു ആക്രമണത്തെ പ്രതീക്ഷിച്ച് ഭയന്നിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ കാലഘട്ടത്തിലേക്ക് ഇത് മാറി അല്ലേ? കാരണം ഇതുവരെ നടന്ന ചർച്ചകളൊന്നും ബലം കണ്ടിട്ടില്ല. കാരണം അവര് സമ്പുഷ്ടീകരണം നിർത്താൻ പോകുന്നില്ല ഇറാൻ. രണ്ടാമത് മിസൈൽ പദ്ധതി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അമേരിക്ക. സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ യുദ്ധക്കപ്പലുകൾ ഞങ്ങൾ മുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഹോർമുസ് കടലിടുക്ക് ചരിത്രത്തിലാദ്യമായി യുദ്ധ രംഗത്ത് അടയ്ക്കുന്ന നീക്കമൊക്കെ ഇറാൻ നടത്തി എന്ന് വരാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.